YAQ കളർ മോഡൽ പല ടൈപ്പിലുള്ള കളർ മോഡൽസ് ഇന്നിപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ രണ്ട് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ CMYK, RGB അതുപോലൊക്കെ തന്നെയുള്ള വേറൊരു കളർ മോഡലാണ് YAQ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യണത് അമേരിക്കയിലെ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനീസാണ്. ഇത് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇത് ഇൻവെൻ്റ് ചെയ്തതും അമേരിക്കയിലെ തന്നെ NTSC അഥവാ നാഷണൽ ടെലിവിഷൻ സിഗ്നൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഒരു ടെലിവിഷൻ മോണിറ്റർ കളേഴ്സ് ഡിസ്പ്ലേ ചെയ്യണത് സിംഗിളായി റിസീവ് ചെയ്യണ കോമ്പോസിറ്റ് സിഗ്നൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ RGB ഫോർമാറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് സെൻഡ് ചെയ്യണ സമയത്ത് 3 ഡിഫറെൻറ്റ് സിഗ്നൽസ് വേണ്ടി വരും. അതുകൊണ്ട് അതിനെ ടെലിവിഷൻ മോണിറ്ററിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് YAQ കളർ മോഡൽ യൂസ് ചെയ്യണത്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് RGB കളർ മോഡലുള്ള സിഗ്നലിനെ YAQ മോഡലുള്ള സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യും. അത് TV മോണിറ്റർ റിസീവ് ചെയ്ത് YAQൽ നിന്ന് RGB ഫോർമാറ്റിലേക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് ഡിസ്പ്ലേ ചെയ്യണത്. ഇനി നമുക്ക് ഇതിൻ്റെ കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് കോമ്പോണൻറ്റ് ലുമിനൻസ് എന്ന് പറയുന്ന Y കൊണ്ട് റിപ്രസെൻ്റ് ചെയ്യുന്ന കോമ്പോണൻ്റാണ്. ഒരു ഡിസ്പ്ലേ സ്ക്രീനിലെ ഏതൊക്കെ പിക്സൽസ് ഇല്ലുമിനേറ്റ് ചെയ്യണം, ഇല്ലുമിനേറ്റ് ചെയ്യേണ്ടത് എത്രത്തോളം ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയിലാണ് എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യണ ബ്രൈറ്റ്നസ് ഇൻഫർമേഷനാണ് ഈ ലുമിനൻസ് എന്ന് പറയുന്നത്. ഓരോ പിക്സലിലേക്കും വേണ്ട ഇൻറ്റൻസിറ്റി ഡിസൈഡ് ചെയ്യണത് RGB സിഗ്നലിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ അനുസരിച്ചിട്ടാണ്. മാത്രമല്ല റെഡ്, ഗ്രീന്, ബ്ലൂ എന്ന പാരാമീറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ സ്റ്റാൻഡേർഡ് ലുമിനോസിറ്റി കർവ് വെച്ചിട്ടാണ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് ലുമിനോസിറ്റി കർവ്? സ്റ്റാൻഡേർഡ് ലുമിനോസിറ്റി കർവ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കണ്ണുകളിൽ ഡിഫറെൻറ്റ് കളറുകളെയും ബ്രൈറ്റ്നസ്സിനെയും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണതെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കർവാണ്. ഇനിയിപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ സെറ്റുകളിൽ കളർ ഇല്ലാത്ത കാരണം ഈ കളറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്രൊമാറ്റിസിറ്റി ഇൻഫർമേഷൻ അടങ്ങിയ IQ കോമ്പോണൻസ് ആവശ്യമില്ല. അതുകൊണ്ട് YAQ സിഗ്നലിൽ നിന്ന് Y കോമ്പോണൻറ്റ് അതായത് ബ്രൈറ്റ്നസ് ഇൻഫർമേഷൻ മാത്രമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV മോണിറ്റർ സെലക്ട് ചെയ്യണത്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോമ്പോണൻ്റ് വെച്ച് പറയാം. നെക്സ്റ്റ് കോമ്പോണൻറ്റ് I. ഇതിൽ മനുഷ്യൻ്റെ സ്കിന്നൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് സ്കിന്നിൻ്റെ കളർ ഷെയ്ഡ്സ് കറക്റ്റായി ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി വരുന്ന ഓറഞ്ച്, സയാന്, ഹ്യൂ ഇൻഫർമേഷനാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് കോമ്പോണൻ്റ് ആയിട്ടുള്ള Qൻ്റെ കാര്യം. മജന്ത, ഗ്രീൻ ഷെയ്ഡ്സിൻ്റെ ഇൻഫർമേഷനാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അതായത് IEQ കോമ്പോണൻസ് ആണ് ഒരു ടെലിവിഷൻ മോണിറ്ററിനും ക്രൊമാറ്റിസിറ്റീൻ്റെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് RGBയിൽ നിന്നും YAQലേക്ക് കൺവേർട്ട് ചെയ്യണതിൻ്റെ ഫോർമുല. അതായത് Iയും Qയും കോമ്പോണൻറ്റിനെ, അത് I and Q കോമ്പോണൻസിനെ Y സിഗ്നലിനോട് മോഡുലേറ്റ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുള്ള മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് RGBയുടെ കൊറസ്പോണ്ടിങ് YAQ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ YAQയിൽ നിന്നും RGBയിലേക്കുള്ള കൺവേർഷൻ ഫോർമുലയാണ് ഇത്. താങ്ക് യു.